നമസ്കാരം. ജനങ്ങളെ ഒറ്റുകൊടുത്തത് സതീശനോ വിജയനോ? കോടികൾ വാങ്ങി പോക്കറ്റിലിട്ടവർ ആരൊക്കെയാണ്? PM ശ്രീ പദ്ധതിയാണ്. PM ശ്രീ പദ്ധതിയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അത് വീണ്ടും വീണ്ടും കനക്കുകയാണ്. അതിലൂടെ കേരളത്തിന് നഷ്ടമാവുന്ന അർഹമായിട്ടുള്ള കോടികളുടെ കേന്ദ്ര സഹായമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. PM ശ്രീയിൽ പദ്ധതിയിൽ തന്നെ ഇപ്പോൾ കേരളം പരസ്പരം തമ്മിലടിച്ച് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അർഹതപ്പെട്ട ഏകദേശം 1500 കോടിയിലേറെ കേന്ദ്ര സഹായം നഷ്ടപ്പെടുത്തുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കേന്ദ്രവുമായിട്ട് ധാരണാപത്രം ഒപ്പിട്ട CPM ഇപ്പോൾ പറയുന്നത് പിന്മാറണമെന്നാണ്. UDFിൻ്റെ മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് ഉടൻ മന്ത്രിസഭയിൽ എത്തുന്ന സാഹചര്യമുണ്ട്. അതോടുകൂടി അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ 2023-2024 കാലഘട്ടത്തിൽ കേന്ദ്രവിഹിതമായിട്ട് കേരളത്തിന് കിട്ടേണ്ട 1584.81 കോടി രൂപ ഡൽഹിയിൽ കുടുങ്ങിക്കിടക്കുന്നു. ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളത്തിനും കുട്ടികൾക്ക് യൂണിഫോമിനും പുസ്തകത്തിനും അടക്കം കിട്ടേണ്ട കോടികൾ എന്തിന് നമ്മൾ വെറുതെ കളയണമെന്ന് ചിന്തിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. PM ശ്രീയിൽ തമ്മിലടിച്ച് കേരളം കളയുന്നത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് അർഹതപ്പെട്ടിട്ടുള്ള 1500 കോടിയിലേറെ രൂപയാണ്. ഈ 1500 കോടിയിലേറെ വരുന്ന രൂപ നഷ്ടപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പിണറായി വിജയൻ സർക്കാർ PM ശ്രീയിൽ ചേരാൻ ധാരണാപത്രം ഒപ്പിടുകയും പിന്നീട് പിന്മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. UDF സർക്കാർ ഇതേക്കുറിച്ച് പഠിക്കാൻ ഉപസമിതിയെ നിയോഗിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തർക്കം നീണ്ടുപോകുന്നതിനിടെയാണ് 2023-2024 മുതൽ കേന്ദ്രവിഹിതമായിട്ട് കേരളത്തിന് ലഭിക്കേണ്ട അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കേണ്ട 1584.81 കോടി രൂപ ഡൽഹിയിൽ കുരുങ്ങിക്കിടക്കുകയാണ്. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതിനാൽ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം പോലും നൽകാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാലയ വികസന പദ്ധതിയാണ് PM ശ്രീ എന്ന് പറയപ്പെടുന്നത്, കേന്ദ്ര സർക്കാരിൻ്റെ. അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം അടിസ്ഥാനമാക്കിയിട്ട് സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട് കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കേണ്ടതുണ്ട്. ഇവിടെ LDF കാലത്ത് കേരളം പദ്ധതിയിൽ ചേരാനുള്ള ധാരണാപത്രം 2025 ഒക്ടോബറിൽ ഒപ്പിട്ടിരുന്നു. ആ പദ്ധതിയിൽ ചില വ്യവസ്ഥകളോട് വിയോജിപ്പ് ഉള്ളതിനാലും എതിർപ്പുകൾ ഉയർന്നതിനാലും തുടർ നടപടികൾ ഉണ്ടായില്ല എന്നതാണ്. അപ്പോൾ ഇതേ തുടർന്ന് സമഗ്ര ശിക്ഷാ അഭിയാൻ വഴിയുള്ള കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര വിദ്യാഭ്യാസ ഫണ്ട് അത് കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയും വികസന ഫണ്ടുകൾ തടസ്സപ്പെട്ടതും കണക്കിലെടുത്ത് പദ്ധതിയിൽ അതിൽ നിന്ന് പിന്മാറില്ല അല്ലെങ്കിൽ പിന്മാറാനാവില്ല എന്നാണ് UDF സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ ആദ്യം ധാരണാപത്രം ഒപ്പിട്ട LDF തന്നെ ഇതിനെ എതിർക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ധാരണാപത്രം ഒപ്പിട്ട ശേഷം തടഞ്ഞു വെച്ച ഫണ്ടിൻ്റെ ആദ്യ ഗഡുവായിട്ടുള്ള 92.41 കോടി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ സമഗ്ര ശിക്ഷാ ഫണ്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളം ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നത്. എന്നാൽ കേന്ദ്രത്തിൻ്റെ പണം കിട്ടാതായതോടെ വിദ്യാഭ്യാസ രംഗത്ത് കടുത്ത പ്രതിസന്ധിയുണ്ട്. ഇപ്പോൾ വെർച്വൽ ക്ലാസ് മുറികൾ, ഊരുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള ട്രാൻസ്പോർട്ട്, എസ്കോർട്ട് സൗകര്യം, ഭിന്നശേഷി പെൺകുട്ടികൾക്കുള്ള സാമ്പത്തിക സഹായം, അധ്യാപക പരിശീലനം, ഭിന്നശേഷി കുട്ടികളുടെ പഠനം, ഇങ്ങനെ തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പണമില്ലാതെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. പുസ്തകം, യൂണിഫോം, സ്കൂളിലെത്താൻ കഴിയാത്ത കുട്ടികളുടെ പഠനം, ഇവയ്ക്കൊക്കെ ആയിട്ട് ഏകദേശം 106.58 കോടി കേന്ദ്രം അനുവദിച്ചുവെങ്കിലും ലഭ്യമായിട്ടില്ല. ഭിന്നശേഷിക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് അവർക്ക് മാസം 200 രൂപ വീതം 10 മാസത്തേക്ക് നൽകുന്ന സ്കോളർഷിപ്പ്, അന്ധരായിട്ടുള്ള കുട്ടികൾക്കുള്ള റീഡേഴ്സ് അലവൻസ്, സോഷ്യൽ ഇൻക്ലൂഷൻ പദ്ധതി എന്നിവ സ്തംഭനാവസ്ഥയിലായിരിക്കുന്നു. SC വിഭാഗക്കാർക്കായിട്ട് നടത്തുന്ന ഹോസ്റ്റലുകളും മാത്രമല്ല പ്രതിസന്ധിയിലേക്ക് എത്തപ്പെടുന്ന സാഹചര്യത്തിലെത്തി. 306 കുട്ടികൾക്കായിട്ട് ഏകദേശം 7 ഹോസ്റ്റലുകൾ, 80 പെൺകുട്ടികൾക്കായിട്ട് 1 ഹോസ്റ്റലുമാണ് നിലവിലുള്ളത്. ഇനി സ്കൂൾ, ലൈബ്രറി, സ്പോർട്സ് ഗ്രാൻഡുകൾ 3 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്നു. 1, 2, 3 ക്ലാസ്സുകൾ ഭാഷാ ഗണിതശേഷി ഉറപ്പാക്കുന്ന പദ്ധതി, ഡയറ്റുകളുടെ പ്രവർത്തനം, സ്പെഷ്യലിസ്റ്റ് കലാകായിക അധ്യാപകരുടെ ശമ്പളം, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവ മുടങ്ങിയിട്ടാണെങ്കിൽ വർഷങ്ങളേറെയായി. അങ്ങനെ പറയാൻ ഒരുപാട് കഥകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂൾ അങ്കണങ്ങളിലുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ PM ശ്രീ പദ്ധതി വരുമ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്നതാണെങ്കിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നടപ്പിലാക്കില്ല എന്ന് പറയപ്പെടുന്നവർ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും മുമ്പ് നടപ്പിലാക്കേണ്ട അല്ലെങ്കിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞു വന്നവർ ഇപ്പോൾ നടപ്പിലാക്കേണ്ട എന്ന് പറയപ്പെടുന്നതും ഇരട്ടത്താപ്പാണ്. ഇവിടെ ജനങ്ങളെ ഒറ്റുകൊടുക്കുന്നത് സതീശനാണോ വിജയനാണോ എന്നുള്ള ചോദ്യം വളരെ കൃത്യമായി ചോദിക്കുകയും ചെയ്യും. കോടികൾ വാങ്ങി പോക്കറ്റിലിട്ട് പോയവർ ആരൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തേണ്ടതാണ്. അതെന്തു തന്നെ ആയിക്കോട്ടെ, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അവർക്ക് ഇതിനകത്ത് ഒപ്പിടണമെന്നുണ്ടായിരുന്നു. അവർ അതിനകത്ത് അതായത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു. കുറച്ച് കോടികൾ അവിടെ നിന്നും വാങ്ങാൻ പറ്റി. ഏകദേശം ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്ന പോലെ 1500 കോടിക്ക് പകരം 200 കോടിയോ 250 കോടിയിലോ നിർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഈ കോടികളുടെ കണക്കുകൾ ലഭിക്കുമ്പോൾ നിലപാടുകൾ മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലാണ് തർക്കം.
ഇവിടെ പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടുകളും തെറ്റാണ് എന്നതാണ് സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. എന്നാൽ സതീശൻ്റെ സർക്കാരും ചെയ്യുന്നത് അത് തന്നെയാണ് എങ്കിൽ ഇവർ തമ്മിൽ എന്ത് വ്യത്യാസമാണ് എന്ന് പൊതുസമൂഹം ചിന്തിച്ചോളണം. ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടതാണ് PMC പദ്ധതിയിൽ നിന്ന് വേണമെങ്കിൽ പിന്മാറാമെന്ന്. എന്തുകൊണ്ട് നിങ്ങൾ പിന്മാറുന്നില്ല എന്നുള്ള ചോദ്യമായിരിക്കും ഇനി വരാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞത് PMC പദ്ധതി നടപ്പിലാക്കാൻ താല്പര്യമില്ല അല്ലെങ്കിൽ നടപ്പിലാക്കില്ല എന്ന് പറയപ്പെടുന്ന പഴയ പ്രതിപക്ഷം, അതായത് ഇന്നത്തെ ഭരണപക്ഷം ചിന്തിക്കേണ്ടത് നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നതെന്ന് മറന്നു പോകരുത്. ഈ ഭരണപക്ഷത്തേക്ക് എത്തപ്പെടുമ്പോൾ അതിൽ നിന്ന് മാറാൻ പറ്റുമെന്നുള്ള നോംസ് അതിനകത്തുണ്ട് എന്നുണ്ടെങ്കിൽ മാറുക തന്നെയല്ലേ വേണ്ടത്.